ഒരാൾ ആ ക്രിസ്തുവിനെ കൈമാറുന്നതിന് എന്താ നമുക്ക് വേണ്ടത്? അനുഗ്രഹമല്ല വേണ്ടത്, അത് ഫിസിക്കൽ ഫേവേഴ്സാണ്. നമ്മുടെ ബോഡിക്ക് മാത്രമേ ഉപകരിക്കാൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവിനെ കൈമാറ്റാൻ വേണ്ട ദൈവശക്തിയാണ് വേണ്ടത്. അതിനെന്ത് വേണം? ദൈവസ്നേഹവും ദൈവശക്തിയും. കാര്യം ദൈവശക്തി ഉണ്ടാകത്തില്ല പെട്ടെന്ന്. ദൈവസ്നേഹം ഒരാളുടെ വ്യക്തിയിൽ വർദ്ധിക്കുമ്പോഴാണ് ദൈവശക്തി അപ്ലോഡ് ചെയ്യണത്. അതെപ്പോഴും ഓർത്തേക്കണം. അപ്പോൾ നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് എന്തിനാണ്? ദൈവസ്നേഹത്തിനാണ് ലക്ഷ്യം വെക്കേണ്ടത്. എന്ത് ചെയ്താലും, ഏത് ദൗത്യം ചെയ്താലും കർത്താവേ നിൻ്റെ സ്നേഹത്തെ നിറയാൻ ഇത് ഉപാധിയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ നിന്റെ സ്നേഹത്തിൽ നിറയാൻ, എന്റെ ഉടമ്പടി പ്രവർത്തനങ്ങളെ നീ ഉപാധിയാക്കിക്കൊണ്ട്, നിന്റെ സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് നിന്റെ കൃപയുടെ പ്രയോക്താക്കളാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പൊ കൃപ ദൈവത്തിനെ കൈമാറാൻ തുടങ്ങുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരു പത്രം കൊടുക്കാൻ സന്തോഷം തോന്നിയാൽ അപ്പോൾ ഓർക്കുക ദൈവകൃപയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചെന്ന്. മനസ്സിലായില്ലേ? അതുവരെ ഇപ്പം നിങ്ങളുടെ IELTS പാസ്സായ അനുഗ്രഹമാണത്, വസ്തു വിറ്റല്ല അനുഗ്രഹമാണത്, നിങ്ങളുടെ കല്യാണം നടന്ന അനുഗ്രഹമാണത്, നിങ്ങളുടെ ജോലി കിട്ടിയ അനുഗ്രഹമാണത്. പക്ഷേ നിങ്ങൾക്ക് കർത്താവിനെ കൈമാറാൻ തോന്നിയാൽ അത് കൃപയാണ്. കൈയടിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി ആരാധന. നിൻ കൃപ മതി നാഥാ നിൻ മതി നിൻ കൃപ മതി ഈ മനുയാത്ര